ഒന്നറിയാൻ വേണ്ടി ചോദിക്കുക, ഈ വിസ ഇല്ലാതാക്കിയതിൽ മൈത്രേന്റെ പങ്ക് നമ്മൾ ഇത് എഴുതുകയും പറയുകയും ചെയ്യുന്നതാണ്. അതിന് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമുക്ക് നമുക്ക് അങ്ങനെ നമുക്ക് അറിയാനൊക്കത്തില്ല. ഞാനൊരു കത്തയച്ചു കറക്റ്റായിട്ട് ഇത് നമ്മളെല്ലാം ആയിരക്കണക്കിന് പേരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ വർക്കുകൾ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. എത്രയോ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ പ്രശ്നമായി പോയില്ലേ? നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് യാതൊരു യുക്തി ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഇന്ത്യ വേറൊരു തരത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുഴുവൻ കടക്ക് കത്തി വെച്ച പോലുള്ള സ്ഥലമല്ലേ ഉണ്ടായിപ്പോയത്. സെക്കുലർ എന്നുള്ള വാക്ക് സിക്കുലർ എന്നാക്കി അദ്വാനി മാറ്റുകയൊക്കെ ചെയ്തില്ലേ? എന്തൊരു അപമാനകരമായ ഒരു നിലപാടായിരുന്നു അതൊക്കെ. സിക്കുലർ എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ നമുക്ക് അവസാനം നമ്മൾ സെക്കുലർ ആണെന്ന് പറയാൻ പറ്റാതാക്കി കളഞ്ഞ, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റാതാക്കി. ഇതെല്ലാം ചെയ്തിട്ടുള്ള എത്ര വർഷത്തെയാണ് സ്ട്രഗിള്, അതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യം വാജ്പേയി അയാളും RSSകാരനാണെന്ന് ഓർക്കണം. അപ്പം അയാൾ കവിത എഴുതുന്ന കാരണം കൊണ്ട് RSS അല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പറയുന്ന സ്ഥലങ്ങൾ എനിക്ക് അങ്ങനെ അറിയാം. പക്ഷെ വാജ്പേയി പോലും ഇതിനകത്ത് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നുള്ള നിലപാടെടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടെ ഇരുന്നത് അന്നത്തെ APJ അബ്ദുൽ കലാമായിരുന്നു. പക്ഷെ BJPയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അയാൾ. അങ്ങനത്തെ പ്രസിഡന്റാണ്. അയാൾ അവിടെ അന്വേഷിക്കാൻ പോകുമ്പം എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞ ഈ അഭയാർത്ഥികളെയൊക്കെ ഗവൺമെൻറ് നന്നായി നോക്കുന്നു ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. ഷോക്കായി പോയാൽ നമ്മളൊക്കെ ഡെസ്പറേറ്റ് ആയി പോയ സമയമാണ്. ഈ കലാപം നടന്ന 40 ദിവസത്തിന് ശേഷം വാജ്പേയി ഇങ്ങനെ ഈ ഭരണ സംവിധാനത്തിനും പോലീസിനും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊരു ഓപ്പൺ ആയിട്ടൊരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് അങ്ങനത്തെ ഒരു വശം അതിനകത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ട്, ഇതിനെ എതിർത്തവരുണ്ട്. അവരെല്ലാവരും അടുത്ത തവണ മോദി നാഷണലായിട്ട് ജയിച്ചു വരുന്ന സമയത്ത് അവർ മുഴുവൻ പേരും സൈഡ് ട്രാക്ക് ചെയ്യപ്പെട്ടു പോയില്ലേ? BJP തന്നെ ഉള്ള മുഴുവൻ, ജോഷി അയാൾ എവിടെ പോയെന്ന് പോലും ആർക്കും അറിഞ്ഞില്ല. അദ്വാനി അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞില്ല. അയാൾ എണ്ണിട്ട് നിന്ന് അയാൾ എണ്ണിട്ട് നിൽക്കുമ്പോൾ ഇയാൾ ഉണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ സുഷമ സ്വരാജാണ് പ്രൈം മിനിസ്റ്റർ ആകേണ്ടത്. അവരവിടെ പോയി അവരവസാനം ഇയാളുടെ കൊഴിലൂത്തുകാരിയായിട്ട് മാറാൻ ബാധ്യത വന്നിട്ട് ജെയ്റ്റ്ലി. ഇനിയും മോദിക്കെതിരായിട്ട് വരാൻ പറ്റുന്ന ഒരു പ്രധാന ആളായിരുന്നു മഹാജൻ. അയാൾ കൊല്ലപ്പെട്ടു പോയി. നമ്മളിതൊക്കെ അങ്ങോട്ട് ലോകം അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അയാളുടെ ചേട്ടനാണ് അയാളെ വെടിവെച്ച് കൊല്ലുന്നത്, ഈ മഹാജനെ. ശരിക്കും മോദിക്കെതിരായിട്ട് BJPയിൽ തന്നെ വരാൻ പറ്റുന്ന ആൾക്കാർ ഒരൊറ്റൊരാൾ പോലും പിന്നെ ആ ചിത്രത്തിലില്ലാതായി. ആ സെക്ഷൻ മുഴുവൻ പോയി. ഇതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ? അതൊരു ബുൾഡോസ് ചെയ്ത് വന്ന ഒരു ഈ 2 പേര് വേറെ ഒരാളെ, നമുക്കുണ്ടായിരുന്ന ജനാധിപത്യപരമായിട്ടുള്ള എന്തെങ്കിലും സെംബ്ലൻസ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കുറവാണ്, പക്ഷെ ഉള്ളതുപോലും ഇല്ലാതായി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആരും പിന്നെ സംസാരിക്കുന്നതും പറയാനും തയ്യാറായിട്ടില്ല. നിശബ്ദമാക്കപ്പെട്ടു പോയ ഒരു 15 വർഷം അങ്ങ് കടന്നുപോയി. നിശബ്ദമാക്കപ്പെട്ടു. രണ്ടാമത് ഗുജറാത്തിൽ അദ്ദേഹം ജയിക്കുമ്പം നമ്മൾ ഇതേപോലെ പ്രശ്നം അനുഭവിച്ചത്. ഗുജറാത്ത് പോയെന്ന് നമുക്ക് മനസ്സിലായി. ഗുജറാത്തിന് പുറത്തോട്ട് നമ്മൾ വരരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അതെല്ലാം പോയി. ഞാൻ പറഞ്ഞാൽ യാതൊരു മീനിങ്ങും, രാഷ്ട്രീയമായ മീനിങ്ങും ഇല്ലാതായി പോയ സ്ഥലങ്ങളായിരുന്നു അതെല്ലാം. ഇതെല്ലാം വീണ്ടും രണ്ടാമത് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എമ്പുരാൻ സിനിമയുടെ വിധി. അതെനിക്ക് സംശയമൊന്നുമില്ല. ഈ കാശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും ഒരു മറുപടിയാണത്. ഇവിടെ അല്ല പ്രശ്നം കിടക്കുന്നത് എന്നുള്ളത്. പ്രശ്നം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്തിലാണ് എന്ന് നമ്മൾ കാണുന്ന ആ സാധനം അവർക്ക് അത് ചെയ്തെടുക്കാനും പറയാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിജയം. സിനിമയ്ക്ക് നല്ലത് സിനിമ, ചീത്ത സിനിമ എന്നുള്ള ചർച്ചയ്ക്കകത്തൊന്നും ഞാനിപ്പോൾ ഇല്ല. ആ സിനിമ കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനെ അത് ഒന്നുകൂടൊന്ന് രണ്ടാമത് റീതിങ്ക് ചെയ്യാനായിട്ട് ബാധ്യത വരുത്തിയിട്ടുണ്ട്. ഈ ഇപ്പോൾ അതിനുശേഷം ഇത് വോളണ്ടറിലി സെൻസർ ചെയ്യപ്പെട്ടു ഈ സിനിമ.
ഏകദേശം ഒരു 2 മിനിറ്റ് 28 സെക്കൻഡോളം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. പേരുകൾ, അതായത് ബാബ ബജ്രംഗി എന്നുള്ള പേര് മാറ്റി ബൽദേവ് എന്നുള്ള പേരിലേക്ക് മാറ്റേണ്ടി വന്നു. ഇതൊക്കെ അതായത് ഇവര് സ്വയം അങ്ങോട്ട് സെൻസർ ചെയ്യാൻ പോയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ സ്വയം സെൻസർ ചെയ്യാൻ ബാധ്യത വരുന്നത് വീട്ടിൽ നിന്ന് വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോകത്തില്ലേ? അതൊന്നും എനിക്ക് അതിനകത്തൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവരത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 2 തിയേറ്റർ കത്തിച്ചു പോയെന്ന് വിചാരിച്ചത് എന്താ സംഭവിക്കുന്നത്? ആ സിനിമ തന്നെ ഓടത്തില്ല. അത്രയും നമ്മൾ അറിയണം. ആ വയലൻസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ അവരെടുത്ത തീരുമാനമായിരിക്കാം. അതിനൊന്നും എനിക്ക് ഒരു സംശയമില്ല. അത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ കാണുന്നത്. എഡിറ്റ് ചെയ്ത അത് ഏറ്റവും കൂടുതൽ ക്ലിപ്പായിട്ട് ആൾക്കാർ കാണുകയും ചെയ്യും. അത്രയും സംഭവിക്കത്തുള്ളൂ. പക്ഷേ തിയേറ്റർ കത്തിക്കുന്നിടത്ത് എത്തിച്ചേരാതിരിക്കാനാണ് ബിൽഡപ്പ് ചെയ്താൽ അത് ഉണ്ടായിപ്പോവും. അതെ, ശരി. ഒരിക്കലും ഒരു തിയേറ്റർ കത്തിച്ചാൽ എല്ലാ തിയേറ്ററും ഒരു കല്ലേറ്, ഒരു കൂവലുണ്ടായാൽ മതി, ഇത് അടഞ്ഞു പോകും, കാണത്തേയില്ല. അതിനൊക്കെ ഈ 2.5 മിനിറ്റ് അല്ല 5 മിനിറ്റും കട്ട് ചെയ്യാതാണ്. നമ്മൾ ഈ ആളുകൾ ഈ നട്ടല്ലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനവൻ്റെ വീട്ടിനകത്തിരുന്നുള്ള നട്ടല്ലുകളെ ഉള്ളതെന്ന് എനിക്കറിയാം. ആ സിനിമ എടുത്തതിനേക്കാളും വലിയൊരു നട്ടല്ലൊന്നും ലോകത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. അത് ആ മുരളി ഗോപിക്കായിരിക്കും ഞാൻ അതിനകത്ത് 1ാമത്തെ മാർക്ക് കൊടുക്കുന്നത്. ആ 1ാമത്തെ മാർക്ക് കൊടുത്ത അതിന് ശേഷം അത് ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട്, അത് ചെയ്യാനും ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും കൊടുക്കും. അതിൽ കവിഞ്ഞ നട്ടല്ലൊന്നും ലോകത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഞാൻ ജീവിക്കുന്നതിനകത്ത് ഞാൻ കൊടുത്ത് വില കൊടുത്ത് നിൽക്കുന്നത് എല്ലാ ദിവസവും കുറേശ്ശെ കൊടുക്കുന്ന വില പോലെ. ഇതങ്ങനല്ല. ഇത്രയും വലിയൊരു സംരംഭം പലതരത്തിൽ ആളുകളെ ബാധിക്കുന്നതാണ്. മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ആ ഡിസ്കഷൻ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൂടെ ചെയ്താലും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ചെറുതായിട്ട് കാണുന്നേ ഇല്ല. ഒരു സിനിമ എടുത്ത് ഇപ്പം ഗുജറാത്ത് ഇഷ്യൂ ആണ് ആ സിനിമ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമ കാണിക്കാനൊക്കെ ഉണ്ടാകത്തില്ല. അങ്ങനെ അല്ലാത്തത് മറ്റൊരു സിനിമയാണ് അവരെടുത്തത്. പക്ഷെ അതിനകത്തൊരു 20 മിനിറ്റ് അവർ ഈ കാര്യത്തിന് ചെലവഴിച്ച് അതിൻ്റെ പശ്ചാത്തലമായിട്ട് അത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് നന്നായി വിജയിച്ചത്. ഗുജറാത്ത് വിഷയമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചിലപ്പോൾ മുമ്പോട്ട് പോകത്തേയില്ല, അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത്രത്തോളം അവർ വിജയിച്ചതാണത്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. എളുപ്പമല്ലത് അങ്ങനത്തെ ഒരു വിടവ് കണ്ടുപിടിക്കാൻ. ഇപ്പം അവരത് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാനും പോലും അവർക്ക് പറ്റും. കാരണം പശ്ചാത്തലം മാത്രമാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് വയലൻസ് എഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്ത് ഈ ആളുകൾ തിയേറ്ററുകൾ കത്തിക്കാതെ കയറുന്നവരെ മുഴുവനും ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പെട്ടെന്നങ്ങ് മാറാൻ പറ്റും. കലാപം എല്ലായിടവും ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പേരിൽ. അത് ആ ഗ്യാസ് ഊരിക്കളഞ്ഞതാണ് അവരാ എഡിറ്റ് ചെയ്ത്. അതും ഏറ്റവും നല്ല മൂവായിട്ടേ ഞാൻ കാണുള്ളൂ. ആരും പറയാതെ പറഞ്ഞു ചെയ്തു. സ്വമേധയായി ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് 1 മുഴ മുമ്പേ ഏറ് എന്ന് പറയുന്നതാണ് ആ സംഭവിച്ചത്. അതും നന്നായി ചെയ്തിട്ടുണ്ട്.